ഭൂമിയിലെ ഓരോ അത്ഭുതങ്ങളും കൗതുകത്തോടെയാണ് ശാസ്ത്രലോകം കാണാറുള്ളത്. അത്തരത്തിൽ ഇപ്പോഴിതാ ഭൂമിക്കടിയിൽ ഹൈഡ്രജന്റെ ഒരു വലിയ നിധിയുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അതിലൊരു ഹൈഡ്രജന്റെ ഭാഗം കിട്ടിയാൽ പിന്നെ ഫോസിൽ ഇന്ധനത്തെ ആശ്രയിക്കേണ്ട കാര്യം 2 നൂറ്റാണ്ടിലേക്ക് ഉണ്ടാകില്ല എന്നാണ് ഗവേഷകർ പറയുന്നത്. അതായത് ഭൂമിക്കടിയിലെ പാറകളിലും ഭൂഗർഭ സ്രോതസ്സുകളിലുമായി ഏകദേശം 6.2 ട്രില്യൺ ടൺ ഹൈഡ്രജൻ ഉണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. അതായത് ഭൂഗർഭ നിക്ഷേപമായി ഉണ്ടെന്ന് കരുതുന്ന എണ്ണയുടെ 26 മടങ്ങാണ് ഇതിന്റെ അളവ്. നമുക്കറിയാം, ലോകത്ത് ഏറെ ശ്രദ്ധ നേടുന്ന ഹരിത ഇന്ധനമാണ് ഹൈഡ്രജൻ. കൂടുതൽ പരിസ്ഥിതി സൗഹൃദമായ പ്രവർത്തനങ്ങൾ നടത്താൻ ഹൈഡ്രജൻ ഇന്ധനം വഴിയൊരുക്കും. മാത്രമല്ല, ഹാനികരമായ അവശിഷ്ടങ്ങളൊന്നും തന്നെ ഹൈഡ്രജൻ മൂലമുള്ള ജ്വലനം പുറത്തുവിടില്ല. അതും പ്രത്യേകതയാണ്. ഹൈഡ്രജനും ഓക്സിജനും ചേർന്നുള്ള ജ്വലനത്തിലൂടെ പുറത്തുവരുന്ന അവശിഷ്ട വസ്തു എന്ന് പറയുന്നത് വെള്ളമാണ്. ഭൂമിക്ക് ഇത് വളരെ പ്രയോജനകരമാണ്. അത്തരത്തിൽ ഹൈഡ്രജൻ ഉപയോഗിച്ച് ഓടുന്ന കാറുകളും മറ്റും അടുത്തിടെ പല പ്രമുഖ കമ്പനികളും പുറത്തിറക്കിയത് ലോകശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ കണ്ടെത്തിയ ഹൈഡ്രജൻ നിലവിൽ ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. വളരെ ആഴത്തിലോ അല്ലെങ്കിൽ വിദൂര മേഖലയിലോ ആയിട്ടാകും ഹൈഡ്രജൻ സ്ഥിതി ചെയ്യുക എന്നാണ് പഠനങ്ങൾ പറയുന്നത്. യൂറോപ്യൻ രാജ്യമായ അൽബേനിയയിലെ ക്രോമിയം ഖനിക്ക് താഴെയായി വിപുലമായ ഹൈഡ്രജൻ ശേഖരമുണ്ട് എന്നാണ് ഈ വർഷം ആദ്യം കണ്ടെത്തിയത്. അൽബേനിയയിലെ ടിരാനിയിൽ നിന്ന് 40 കിലോമീറ്റർ വടക്ക് കിഴക്കായാണ് ബുൽക്കിസ് എന്ന ക്രോമിയം ഖനി സ്ഥിതി ചെയ്യുന്നത്. ഈ ഖനിയുടെ മുകളിൽ നിന്ന് വിപുലമായ ഹൈഡ്രജൻ വാതക മേഘങ്ങൾ കണ്ടെത്തിയതാണ് ഖനിക്ക് കീഴെ വലിയ ഹൈഡ്രജൻ നിക്ഷേപമുണ്ടെന്ന അനുമാനത്തിലേക്ക് ശാസ്ത്രലോകത്തെ എത്തിച്ചത്. മാത്രമല്ല, ലോകത്ത് പലയിടത്തും ഇത് കാണപ്പെടുന്നുണ്ടെന്നും പഠനങ്ങൾ പറയുന്നു. ഡ്രില്ലിംഗ് നടത്തുമ്പോഴാണ് ഹൈഡ്രജൻ വാതകം പുറന്തള്ളുക. പക്ഷേ ഹൈഡ്രജൻ ഖനനം ചെയ്തെടുക്കുന്നത് ശ്രമകരവും സങ്കീർണവുമായ പ്രവൃത്തിയാണെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. അതിനാൽ തന്നെ ഈ ഇന്ധനത്തെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാനുള്ള മനുഷ്യരുടെ ശ്രമങ്ങൾ പലപ്പോഴും നടക്കാറില്ല. കൂടാതെ ശുദ്ധീകരിച്ച ഹൈഡ്രജൻ ശേഖരിച്ചു വയ്ക്കുന്നതും ദുഷ്കരമായ പ്രവൃത്തിയാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.